നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദിനം, ആ കറുത്ത ദിവസം ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും മറക്കില്ല. അത്രയേറെ വേദന നിറഞ്ഞ ദിവസമായിരുന്നു അത്. അതിന് തിരിച്ചടിയായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ കണ്ടു. ഇന്നും പാകിസ്ഥാൻ അനുഭവിക്കുകയാണ്. ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അത്. ഏതായാലും ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാജ്യവിരുദ്ധവും മതസ്പർദ്ധ വളർത്തുന്നതുമായ രീതിയിൽ വിദ്വേഷ കമന്റ് ഇട്ട കേസിൽ മലയാളി യുവാവിനെതിരെ UAPA അതായത് നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം ചുമത്തിയിരിക്കുകയാണ്. എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ മുഹമ്മദ് സനൂഫാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടിയിലായത്. 26 വയസ്സാണ് മുഹമ്മദ് സനൂഫിനുള്ളത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് കരിപ്പൂർ എയർപോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ ഇടുക്കി മുട്ടം പോലീസിന് കൈമാറുകയും കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഒരു വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി രാമചന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൾ അച്ഛന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഒരു വികാരനിർഭരമായ വീഡിയോ പങ്കുവച്ചിരുന്നു. സൗദി അറേബ്യയിലിരുന്ന സനൂഫ് ഈ വീഡിയോയ്ക്ക് താഴെ ഇന്ത്യക്കാർ ഇനിയും മരിക്കും എന്ന തരത്തിൽ അങ്ങേയറ്റം പ്രകോപനപരവും രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതുമായ വിദ്വേഷ കമന്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് ഇന്ത്യക്കാർ ഇനിയും മരിക്കുമെന്ന്, അതും പറയുന്നതോ ഒരു ഇന്ത്യക്കാരൻ. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായും ഇന്ത്യൻ സൈന്യത്തിനെതിരായും മതവിദ്വേഷം നിറഞ്ഞ പരാമർശമാണ് ഇയാൾ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നടത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി കമന്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതം മുട്ടം പോലീസിൽ പരാതി നൽകി. സംസ്ഥാന സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ വിദേശത്തിരുന്ന് പോസ്റ്റ് ചെയ്ത ഈ കമന്റ് അതീവ ഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തുകയും പ്രതിക്കായിട്ട് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. നിലവിൽ പ്രതിയുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്ത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. സൗദി അറേബ്യയിൽ നിന്ന് രഹസ്യമായി കേരളത്തിലെത്താൻ ശ്രമിച്ച മുഹമ്മദ് സനൂഫിനെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളുടെ മറ്റ് ഇടപെടലുകളും പരിശോധിച്ചു വരികയാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലോ രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. IT നിയമം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ സൈനികന്റെ മരണം ആഘോഷമാക്കുകയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത യുവാവിന്റെ അറസ്റ്റ് ഓരോ മലയാളിക്കും ഒരു മുന്നറിയിപ്പാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ ആഘോഷിക്കാൻ മാത്രം മറ്റൊരു മലയാളി യുവാവ് എങ്ങനെയാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വർഷങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന രാഷ്ട്രീയ പ്രീണനത്തിന്റെയും തീവ്രവാദ ചിന്താഗതികൾ വളർത്തുന്നതിന്റെയും അനന്തര ഫലമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് CPM കക്ഷികളുടെ രാഷ്ട്രീയ കാപട്യമാണ് ഇത്തരം വിനാശകരമായ ചിന്താഗതികൾക്ക് പിന്നിലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിച്ചു. ഇരുമുന്നണികളും ദേശീയ താൽപര്യത്തെക്കാൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി തീവ്രവാദ ശക്തികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. വന്ദേമാതരം ആലപിക്കുന്നതിന് എതിർക്കുകയും ദേശീയ നേട്ടങ്ങൾ ആഘോഷിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. യുവാക്കളെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാക്കളെ വരെ പരോക്ഷമായി അനുവദിക്കുന്ന അപകടകരമായ രാഷ്ട്രീയമാണ് ഇവർ വളർത്തുന്നത്. വിദ്വേഷവും തീവ്രവാദവുമല്ല, പകരം തൊഴിൽ നൈപുണ്യം, മികച്ച അവസരങ്ങൾ, നൂതന ആശയങ്ങൾ, ദേശസ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ഭാവിയാണ് കേരളത്തിലെ യുവാക്കൾക്ക് നൽകേണ്ടതെന്നും വികസനത്തിലും പ്രകടനത്തിലും ഊന്നിയുള്ള പുതിയൊരു രാഷ്ട്രീയ കാലഘട്ടമാണ് ഇനി വരേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യസുരക്ഷയെ സൈനികരെയും അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ തുടരുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യദ്രോഹം
അത് അങ്ങനെ തന്നെ വേണം പറയാം. രാജ്യദ്രോഹം നിരവധി ആളുകൾക്കെതിരെ ചുമത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതൊരു മലയാളിയാണ് എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളവരാണ്. നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ വീടുകളിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ഉറക്കമില്ലാതെ നമ്മുടെ രാജ്യത്തിനായിട്ട് കാവൽ നിൽക്കുന്ന ഒരുപാട് സൈനികരുണ്ട്. അവരും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഭാര്യയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി മഞ്ഞും മഴയും വെയിലും ഒന്നും തന്നെ വകവയ്ക്കാതെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത്. അവരുടെ ജീവനൊന്നും തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. അവർ മരിക്കുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മരണമാണ്. അങ്ങനെയുള്ള സൈനികരെയും വീരമൃത്യു വരിച്ചിട്ടുള്ള സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പൊതുസമൂഹത്തിൽ വന്ന് അധിക്ഷേപിക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിൽ ആരും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് കരുതി എന്തും വായിൽ തോന്നിയത് എന്തും അതിൽ കുത്തിക്കുറിക്കാമെന്ന് കരുതിയാൽ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ നാട്ടിലെ നിയമ നടപടികൾ എന്നുള്ളത്. ഇത് ഇയാൾ 1 വർഷം മുമ്പാണ് ഇയാൾ ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടത്. 1 വർഷം കഴിഞ്ഞാൽ എല്ലാവരും അത് മറക്കും. ആരും ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോകുന്നില്ല എന്ന് കരുതിയത് കൊണ്ടായിരിക്കാം ഇയാൾ കേരളത്തിൽ വന്നിറങ്ങുകയും പക്ഷേ അയാളെ ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള മറ്റ് ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ്. മറ്റേതെങ്കിലും തരത്തിൽ വിദ്വേഷം നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.